പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവായ യേശു ക്രിസ്തു അവന്റെ സ്നേഹവലയത്തിലേക്ക് ഈ സൈമനായ എന്നെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഞാൻ എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് അവന്റെ സ്നേഹവലയത്തിലേക്ക് വന്ന് അവന്റെ നാമം പ്രഘോഷിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. എൻ്റെ യൗവനകാലത്ത് എനിക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു അറിവുമില്ല. ഞാൻ പാരമ്പര്യമായി പുരാതന ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചും വളർന്നു വന്ന ഞാൻ യേശു ക്രിസ്തുവിനെ ഒരു ചരിത്ര പുരുഷനായി മാത്രം കരുതി. വർഷത്തിൽ അപൂർവങ്ങളായി വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്ന ഞാൻ, കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ പുറത്തു പോയിരുന്ന ഞാൻ, അതുപോലെ വിശുദ്ധ വചനം വായിക്കാൻ വിസ്മതിച്ച ഞാൻ, യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കാതെ ലോകത്തിന്റെ പിന്നാലെ യവനത്തിന്റെ ഊഷ്മളതയിൽ സഞ്ചരിച്ച വ്യക്തി, നിരീശ്വരവാദവും യുക്തിവാദവും അതുപോലെ ബുദ്ധിപൂർവമായ ചിന്താഗതികളുമായി നടന്നവൻ, ഒരു കമ്മ്യൂണിസ്റ്റ് ആശയം പേറി നടന്നവൻ. അങ്ങനെയുള്ള എന്നെ, ദൈവവുമായി അകന്നു കഴിയുന്ന, ദൈവവുമായി ഒരു ബന്ധമില്ലാത്ത എന്നെ ദൈവം എങ്ങനെയാണ് സ്നേഹിച്ചത്? ദൈവം എങ്ങനെയാണ് സ്നേഹിച്ചത്? എന്റെ 21-ാമത്തെ വയസ്സിൽ എന്റെ വിരലുകൾ മടങ്ങാതെ, എന്റെ കൈകാലുകളെല്ലാം തരിപ്പായി, കൈകാലുകളെല്ലാം നിവർന്നു നിൽക്കാനോ മടങ്ങാനോ പറ്റാത്ത വിധം എന്നെ ബാധിച്ച ഗൗട്ട്, സന്ധിവാദം, ജോയിൽസ് മുഴുവൻ നീര് വരിക, കൈ പൊക്കാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. അങ്ങനെ അതികഠിനമായ വേദനകൾ, ഒരു തീച്ചൂളയിൽ വെന്തുരുകുന്നത് പോലെയുള്ള അതിഭയങ്കരമായ വേദനകൾ. അതിന്റെ നീണ്ട 8 വർഷങ്ങൾ ഞാൻ അനുഭവിച്ചു. സകല ചികിത്സകളും നടത്തി. ഇതിന്റെ അവസാന സ്റ്റേജിലേക്ക് വരുമ്പോൾ ഞാൻ ഒഴിക്കുന്ന മൂത്രത്തിന് രക്തത്തിന്റെ നിറം. ഞാൻ ചോറ് കഴിച്ചിട്ട് വർഷങ്ങളായി. കാരണം ചോറ് കഴിക്കുമ്പോൾ ഈ ഇറങ്ങുന്ന ഭാഗത്ത് ശക്തമായ വേദന, ശരീരം മുഴുവൻ നീർക്കെട്ട്, വയറെല്ലാം ഒരു ഗർഭിണിയെ പോലെ ആയിരിക്കുന്ന